എല്ലാവർക്കും നമസ്കാരം. ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്തിരിക്കുന്ന ബറോസ് എന്ന 3D ചിത്രം കൂടി ഇന്ന് തിയേറ്ററുകളിൽ എത്തിയതുകൊണ്ട് തന്നെ മാർക്കോയും ബറോസും തമ്മിലുള്ള ബോക്സ് ഓഫീസ് യുദ്ധമാണ് ഇനി മലയാളികൾ കാണാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് രണ്ട് സിനിമയുടെയും ബുക്ക് മൈ ഷോ ടിക്കറ്റ് ബുക്കിംഗിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രേക്ഷകരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമ ഇന്നാണ് തിയേറ്ററുകളിൽ എത്തിയത്. ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ പുറത്തുവരുന്ന അഭിപ്രായങ്ങൾ പ്രകാരം കുട്ടികൾക്ക് വേണ്ടിയും കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയും മതിമറന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചിത്രമെന്ന ലേബലിൽ തന്നെയാണ് ചിത്രത്തിന്റെ റിവ്യൂസ് ഒക്കെ പുറത്തു വരുന്നത്. ഈ അവസാന മണിക്കൂറിൽ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും വിറ്റുപോകുന്ന ടിക്കറ്റുകളുടെ എണ്ണമെന്ന് പറയുന്നത് ബുക്ക് മൈ ഷോയിലൂടെ ഏകദേശം 5000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. അതേസമയം ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്ന മാർക്കോ എന്ന വയലൻസ് ചിത്രം ഇന്ന് വിജയകരമായിട്ട് 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ബുക്ക് മൈ ഷോ ബുക്കിംഗിലേക്ക് പോകുമ്പോൾ ഈ അവസാന മണിക്കൂറിൽ ചിത്രത്തിൻ്റെതായി വിറ്റുപോകുന്നത് 7600-ൽ പരം ടിക്കറ്റുകളാണ്. 6ാം ദിവസവും ഒരു വൻപൻ സിനിമ എത്തിയിട്ട് പോലും തലയുയർത്തി തന്നെയാണ് മാർക്കോ തിയേറ്ററിൽ നിൽക്കുന്നത്. ഇനി ബറോസിന്റെയും മാർക്കോയുടെയും കൊച്ചിയിലെ ബുക്കിംഗ് സ്റ്റാറ്റസിലേക്ക് നോക്കുമ്പോൾ ഈ രണ്ട് സിനിമകളും കൊച്ചിയിൽ ഏകദേശം 23 സെന്ററുകളിലാണ് കളിക്കുന്നത്. ബറോസ് എന്ന ലാലേട്ടൻ ചിത്രത്തിന് ഇനി കൊച്ചിയിൽ കളിക്കാനുള്ളത് ഏകദേശം 101 ഷോയാണ്. അതേസമയം ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന സിനിമയ്ക്ക് ഇനി കൊച്ചിയിൽ കളിക്കാനുള്ളത് 99 ഷോകളാണ്. ബറോസിന്റെ 101 ഷോകളിൽ ഇനി കളിക്കാനുള്ള ഷോകളിൽ നിന്നും ഏകദേശം 68 ഷോകൾ റെഡ് അലേർട്ടായി കഴിഞ്ഞു. നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ അത് കാണാൻ പറ്റും. മാർക്കോയിലേക്ക് വരുമ്പോൾ ഇനി കളിക്കാനുള്ള 99 ഷോകളിൽ ഏകദേശം 62 ഷോകൾ റെഡ് അലേർട്ടായി കഴിഞ്ഞു. ഒന്നോർക്കുക, മാർക്കോയുടെ 6ാം ദിവസവും ഒരു വയലൻസ് ചിത്രം കൂടിയാണ്. എന്തായാലും വരുന്ന മണിക്കൂറിൽ ഈ രണ്ട് ചിത്രങ്ങളായിരിക്കും മലയാള ബോക്സ് ഓഫീസ് ഭരിക്കാൻ പോകുന്നത്. ഇനി രണ്ട് ചിത്രങ്ങളിൽ കൊച്ചിയിലെ പ്രധാന തിയേറ്ററുകളിൽ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. ആദ്യം ബറോസ് കളിക്കുന്ന തിയേറ്ററിൽ എങ്ങനെയാണ് പോകുന്നത് നോക്കാം. സിനിപോൾസിൽ ഇനി കളിക്കാനുള്ളത് 6 ഷോയാണ്. ആ 6 ഷോയും റെഡ് അലേർട്ടാണ്. PVR ഫോറം മാളിൽ ഇനി കളിക്കാനുള്ളത് 8 ഷോയാണ്. അതിൽ 1 ഷോ ഹൗസ്ഫുള്ളും 7 ഷോ ഓറഞ്ച് അലേർട്ടുമാണ്. PVR ലുലു മാളിൽ 8 ഷോയാണ് ഇനി കളിക്കാനുള്ളത്. അതിൽ 7 ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. വനിത എടപ്പള്ളിയിൽ ഇനി കളിക്കാനുള്ളത് 4 ഷോയാണ്. ആ 4 ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. ഷേണൈസിൽ 8 ഷോയിൽ 6 ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. ഇനി ഉണ്ണി മുകുന്ദന്റെ മാർക്കോയിലേക്ക് തിരിച്ചു വരുമ്പോൾ വനിത എടപ്പള്ളിയിൽ 5 ഷോയാണ് ഇനി കളിക്കാനുള്ളത്. ആ 5 ഷോയും ഓറഞ്ച് അലേർട്ടാണ്. നോർത്ത് പറവൂരിലെ ഷഫാസ് തിയേറ്ററിൽ ഇനി കളിക്കാനുള്ളത് 3 ഷോയാണ്. ആ 3 ഷോയും ഓൾമോസ്റ്റ് ഫില്ലാണ്. ഷേണൈസിൽ 5 ഷോയിൽ 3 ഷോയും ഓൾമോസ്റ്റ് ഫില്ല്. PVR ലുലുയിൽ 5 ഷോയിൽ 5 ഷോയും ഓൾമോസ്റ്റ് ഫില്ല്. PVR ഫോറം മാളിൽ 6 ഷോയാണ് ഇനി കളിക്കാനുള്ളത്. അതിൽ 5 ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. പത്മയിൽ 4 ഷോയും അതിൽ 3 ഷോ ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ട്. കൊച്ചി സിനിപോൾസി മാളിലാണ് ഇനി ഏറ്റവും അധികം ഷോകൾ കളിക്കാനുള്ളത്. ഇനി 9 ഷോയാണ് അവിടെ കളിക്കാനുള്ളത്. അതിൽ 7 ഷോയും ഇപ്പോൾ തന്നെ റെഡ് അലേർട്ടാണ്. അതായത് മാർക്കോക്കും ബറോസിനും മികച്ച ബുക്കിംഗ് ആണ് ഇന്ന് ഓരോ തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ക്രിസ്മസ് റിലീസായി എത്തിയ സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ചിത്രത്തിന്റെ പേര് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.